സ്മാർട്ട് സിറ്റി മിഷൻ പദ്ധതിയിൽ പൂർത്തീകരിച്ച കൽവത്തി ഹയർ സെക്കൻഡറി സ്കൂൾ, കോഞ്ചേരി പാലം, കൽവത്തി സ്മാർട്ട് റോഡ് എന്നിവയുടെ ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് നിർവഹിച്ചു. കൊച്ചിക്കായി അനുവദിച്ച 1070 കോടിയുടെ പദ്ധതികളിൽ 857 കോടിയുടെ പദ്ധതികൾ പൂർത്തീകരിച്ചതായി മന്ത്രി. സ്മാർട്ട് സിറ്റി മിഷൻ പദ്ധതിയിൽ പൂർത്തീകരിച്ച കൽവത്തി ഹയർ സെക്കൻഡറി സ്കൂൾ, കോഞ്ചേരി പാലം, കൽവത്തി സ്മാർട്ട് റോഡ് എന്നിവയുടെ സംയുക്ത ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് നിർവഹിച്ചു. ഞങ്ങൾ അതിന്റെ ഉള്ളിൽ കയറിയപ്പോ അങ്ങേയറ്റത്തെ സന്തോഷവും അത്ഭുതവും തോന്നി. അപ്പൊ ഞാനും MP മേയറും ഒക്കെ കൂടി ആ ടൈലൊക്കെ ചെരുപ്പഴിച്ചിട്ട് കയറണോ എന്ന് തോന്നുന്നു. അത്ര ഗംഭീരമായിട്ടാണ് ഇതിന്റെ പണി പൂർത്തിയാക്കിയിട്ടുള്ളത്. പക്ഷേ ഉദ്ഘാടനം സ്കൂളിൽ വെച്ച് നടത്തിയപ്പോൾ അതിന് സൗകര്യമായിട്ട് കണ്ടതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സ്കൂളിലാവുമ്പോൾ കുറച്ച് കുട്ടികളെ എന്തായാലും വിളിക്കും, കുറച്ച് അധ്യാപകരെയും, അപ്പൊ പിന്നെ വേറെ ആരെയും വിളിക്കേണ്ട ആവശ്യമില്ല എന്നൊരു സൗകര്യം കണ്ടതായിട്ടാണ് തോന്നിയത്. അപ്പൊ പണി ഗംഭീരായി, നല്ല നിലയിൽ പദ്ധതി പൂർത്തീകരിച്ചു, ഉദ്ഘാടനം സ്വാഗതത്തിൽ കഴിച്ചു എന്നതാണ് സ്ഥിതി. CSML പദ്ധതി പ്രകാരം 80 കോടി രൂപയുടെ റോഡുകൾ കൊച്ചി നഗരത്തിൽ പണി പൂർത്തിയാക്കിയെന്നും 10 പദ്ധതികൾ 6 മാസത്തിനകം പൂർത്തിയാക്കുമെന്നും മന്ത്രി MP രാജേഷ് പറഞ്ഞു. 1070 കോടിയുടെ പദ്ധതികളാണ് കൊച്ചിക്കായി അനുവദിച്ചത്. ഇതിൽ 857 കോടിയുടെ പദ്ധതികളാണ് ഇതുവരെ പൂർത്തിയായത്. സർക്കാർ അടിസ്ഥാന സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒരുക്കുമ്പോൾ അത് നിലനിർത്താനും സൂക്ഷിക്കാനും ജനങ്ങൾക്ക് ബാധ്യതയുണ്ടെന്നും സർക്കാരോ കോർപ്പറേഷനോ മാത്രം വിചാരിച്ചാൽ വൃത്തി സൂക്ഷിക്കാനാകില്ലെന്നും അതിന് ജനങ്ങളുടെ കൂടെ സഹകരണം ആവശ്യമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. നഗരസഭാ മേയർ അഡ്വക്കേറ്റ് M അനിൽകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ MP ഹൈബി ഈഡൻ മുഖ്യപ്രഭാഷണം നടത്തി. ഇതിന്റെ യഥാർത്ഥത്തിലുള്ള ഡിസൈനിൽ കൊച്ചി നഗരസഭയിലെ പശ്ചിമ കൊച്ചിയിലെ 5 വാർഡുകളും നഗരത്തിലെ മറൈൻ ഡ്രൈവ് ഉൾപ്പെടുന്ന പ്രദേശത്തെ 3 വാർഡിന്റെ ഭാഗികമായിട്ടുള്ള പ്രദേശവും മാത്രമായിരുന്നു ഉൾപ്പെട്ടിരുന്നത്. പക്ഷേ പിന്നീട് അതിൻ്റെ പ്രായോഗികത കണക്കാക്കി ജനങ്ങളുടെ സൗകര്യം മനസ്സിലാക്കി ജനങ്ങൾക്ക് ആവശ്യമായ ഒരുപാട് പദ്ധതികളിലേക്ക് ഈ ഫണ്ട് സ്മാർട്ട് റോഡുകൾ അടക്കം നമ്മൾ മാറ്റുകയായിരുന്നു. അങ്ങനെ നമുക്ക് ഒരുപാട് പദ്ധതികൾ, പ്രത്യേകിച്ച് വെസ്റ്റേൺ കൊച്ചി, ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരിയെ സംബന്ധിച്ച് അതിൻ്റെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ചുവടുവെപ്പായി ഞാൻ തന്നെ കൽവത്തി സ്മാർട്ട് റോഡ് പൂർത്തീകരിക്കാൻ വേണ്ടി നിരവധി തവണ ബഹുമാനപ്പെട്ട CEO-നെ വിളിക്കുകയുണ്ടായി. MLA KJ മാക്സി, ഡെപ്യൂട്ടി മേയർ KA അൻസിയ, CSML ചീഫ് എക്സിക്യൂട്ടീവ് ഷാജി V നായർ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കൗൺസിൽ ചെയർമാൻ TK അഷ്റഫ്, VA ശ്രീജിത്ത്, CD വത്സലകുമാരി, സീന ഗോകുലൻ, മാലിനി കുറുപ്പ്, പ്രതിപക്ഷ കക്ഷി നേതാവ് ആന്റണി കുരീത്തറ, കൗൺസിലർമാരായ ബെനഡിക്റ്റ് ഫെർണാണ്ടസ്, PM ഇസ്മുദ്ദീൻ, KA മനാഫ്, റെഡീന ആന്റണി, നഗരസഭാ സെക്രട്ടറി PS ഷിബു എന്നിവർ സംസാരിച്ചു. കൊച്ചി പഴയ കൊച്ചി എന്ന് പറയാനുള്ള കാരണം കഴിഞ്ഞ അടുത്ത ദിവസങ്ങളിൽ 4-5 ദിവസം ശക്തിയായ മഴയാണ് കൊച്ചിയിലുണ്ടായത്, നമുക്കറിയാം. പക്ഷെ കൊച്ചിയിലെ ഒരു സ്ഥലത്ത് പോലും ഒരു വെള്ളക്കെട്ടുണ്ടായിരുന്നതാണ് ഏറ്റവും എടുത്തുകൊണ്ടായി മാറിയത്. ആ വെള്ളക്കെട്ടില്ലാത്ത, നമുക്കറിയാം, ഒരു വെള്ളക്കെട്ട് എവിടെയെങ്കിലും ഉണ്ടായാൽ നമുക്കറിയാം ഇവിടുത്തെ മാധ്യമങ്ങൾ അത് പൊക്കിപ്പിടിച്ചു കൊണ്ടുവരും, അതെല്ലാവരെയും ചീത്ത പറയും. പക്ഷെ ഒരു തുള്ളി വെള്ളക്കെട്ട് പോലും കൊച്ചിയിൽ ഉണ്ടായില്ലെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. 2015 ഡിസംബറിൽ 20 നഗരങ്ങളിൽ 5ാമത്തെ റാങ്കായി കൊച്ചിയിൽ ഇന്ത്യ ഗവൺമെന്റ് അംഗീകരിച്ച പദ്ധതിയാണത്. കാരണം അന്ന് ഞാൻ ഇവിടുത്തെ കൗൺസിലറാണ്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. അന്നും ഇവിടുത്തെ കൗൺസിലർ പൂർത്തീകരിച്ചപ്പോഴും ഇവിടുത്തെ കൗൺസിലർ ഒരുപാട് എഫക്റ്റുണ്ട്. മന്ത്രിയടക്കം MLA, മേയർ വളരെ കാര്യക്ഷമമായിട്ടുണ്ട്, CEO എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ പിന്നോക്ക പ്രദേശത്ത് ഇത്തരം ഒരു പദ്ധതി ആവശ്യം നടപ്പിലാക്കിയ മുഴുവൻ ആളുകൾക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പുതിയ അധ്യയന വർഷത്തെ വരവേൽക്കാൻ സ്മാർട്ട് മാർട്ടിൽ സ്റ്റുഡൻസ് കോർണർ ആരംഭിച്ചിരിക്കുന്നു. സ്കൂൾ ബാഗുകൾ, കുടകൾ, റെയിൻകോട്ടുകൾ, നോട്ട്ബുക്കുകൾ, മറ്റു സ്റ്റേഷനറി സാധനങ്ങൾ 10 മുതൽ 40% വരെ വിലക്കുറവിൽ ലഭ്യമാകുന്നു. PMSCB സ്മാർട്ട് മാർട്ട്, 40 ഫീറ്റ് റോഡ്, പള്ളുരുത്തി.